A+2 സ്വാഗതം. വളരെ അധികം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇൻകം സർട്ടിഫിക്കറ്റ് അഥവാ വരുമാന സർട്ടിഫിക്കറ്റ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എപ്പിസോഡാണ്. ഒരുപക്ഷെ ഇത് ഒരു എപ്പിസോഡ് കൊണ്ട് തീരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ വിശദമായി തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുകയാണ്. 2 എപ്പിസോഡ്, ഒരുപക്ഷെ ഇത് 3 എപ്പിസോഡ് ആയേക്കാം. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് ഇനി ഒരു മനുഷ്യൻ്റെ അടുക്കലും പോയി ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു സംശയവും ചോദിക്കാൻ ഇടവരരുത്. A+2 ലക്ഷ്യം വയ്ക്കുന്നതും അത് തന്നെയാണ്. ഒരു എപ്പിസോഡ് 4 മിനിറ്റ് കൊണ്ടും 5 മിനിറ്റ് കൊണ്ടും ഒക്കെ പറഞ്ഞു തീർക്കാം. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള സംശയം പിന്നെയും ബാക്കി നിൽക്കും. ഒരു എപ്പിസോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പിന്നീട് പൊതുവായ സംശയം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഒരു ആളുകളുടെ അടുക്കലും ഉപദേശത്തിന് വേണ്ടിയും അവരുടെ അഭിപ്രായത്തിന് വേണ്ടിയൊന്നും കയറി ഇറങ്ങാതെ നിങ്ങൾക്ക് അറിവുകൾ മുഴുവൻ നിങ്ങൾക്ക് സ്വായത്തമാക്കുന്ന രീതിയിലുള്ള എപ്പിസോഡുകളാണ്. അതുകൊണ്ട് ഡീറ്റെയിലായിട്ട് തന്നെ ഞാനിത് പറയും. ആദ്യം അതിൻ്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. തുടർന്ന് വരുന്നതിൽ ഡീറ്റെയിൽ നിങ്ങൾ ഇനി ഒരു സംശയത്തിനും ബാക്കി വരരുത്. എന്തിനാണ് ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുന്നത്? ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുന്നത് പലവിധ സർക്കാർ സഹായങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് ഹയർ എഡ്യൂക്കേഷനുമൊക്കെ നമുക്ക് പ്രവേശനത്തിനു വേണ്ടിയും നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുണ്ട്. അങ്ങനെ നമുക്ക് പല ഘട്ടത്തിലും നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ ഇത് ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ എപ്പിസോഡ് കാണുക, പരമാവധി ഷെയർ ചെയ്യുക. ഞാനത് ആവർത്തിക്കുന്നത്, ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. എല്ലാ മനുഷ്യരും അറിയട്ടെ. അറിയുന്ന ആളുകളുടെ ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. സാക്ഷര കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള അറിവുകൾ കൂടി നമ്മളോടൊപ്പം വേണം. നീളം കൂടിയ നദി, വലിയ കൊടുമുടി, ഇത് മാത്രമല്ല നമ്മുടെ അറിവ്. നമ്മുടെ ചുറ്റും നമുക്ക് ആവശ്യമുള്ള ദൈനംദിന കാര്യത്തിൽ ആവശ്യമുള്ള വിവരങ്ങൾ കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പൊതുവിജ്ഞാനം ശരിയായ രീതിയിൽ വർദ്ധിക്കുന്നത്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് എന്തിനാണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഒരു സെൻറ്റൻസ് പോലും നിങ്ങൾ കേൾക്കാതിരുന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് ഞാൻ കൃത്യമായും പറയുന്നത്, ഒരു പക്ഷേ ഇൻകം സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾക്കൊരു അപ്പീൽ കൊടുക്കാനോ ആവശ്യമായി വരുന്ന പക്ഷം കോടതിയിൽ പോകാനോ ഈ പറയുന്ന ഓരോ വാചകങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇൻകം സർട്ടിഫിക്കറ്റ് ആരാ തരുന്നത്? വില്ലേജ് ഓഫീസിൽ നിന്നാണ് തരുന്നത്. എന്നാൽ തഹസിൽദാരുടെ ഓഫീസിൽ നിന്നും ഇൻകം സർട്ടിഫിക്കറ്റ് തരും. എപ്പോഴാണ് തഹസിൽദാരുടെ ഓഫീസിൽ നിന്ന് തരുന്നത്? നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള ഏത് ആവശ്യങ്ങൾക്കും തഹസിൽദാരാണ് ഇൻകം സർട്ടിഫിക്കറ്റ് തരുന്നത്. നമ്മുടെ സ്റ്റേറ്റിനുള്ളിൽ, കേരളത്തിന് ഉള്ളിലുള്ള പൊതുവായ എന്ത് ആവശ്യങ്ങൾക്കും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നൽകുക. ഓൺലൈനായി നമുക്ക് അപേക്ഷിക്കാം. അനുബന്ധ രേഖകൾ കൂടി നിങ്ങൾ പിന്നീട് ഹാജരാക്കണം. ഇതിനോടൊപ്പം ഓൺലൈനായി കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പിന്നീട് ഫിസിക്കലായിട്ട് ഇത് കൊണ്ടു കാണിക്കേണ്ടി വന്നാൽ കാണിക്കേണ്ടി വരും എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ വരുമാനമാണ്. അദ്ദേഹത്തിൻ്റെ വരുമാനം മാത്രമാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബ വാർഷിക വരുമാനമാണ്. ഓർക്കുക, ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു ദിവസത്തെ വരുമാനമല്ല, ഒരു മാസത്തെ വരുമാനമല്ല, ഒരു വർഷത്തെ വരുമാനമാണ്. ഒരു കലണ്ടർ ഇയറിലെ ഇൻകം ആണ് കണക്കാക്കുക. എന്നാൽ ഈ ഡൈയിങ് ഹാർനസ്സുകാരുടെ കാര്യത്തിൽ അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അവർക്ക് ജോലി കിട്ടാൻ, അച്ഛനോ അമ്മയോ സർവീസിലിരുന്ന് മരിക്കുമ്പോൾ ആ ഡൈയിങ് ഹാർനസിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർക്ക് ജോലി കിട്ടും സർക്കാർ സർവീസിൽ. അങ്ങനെയുള്ളവർക്ക് ഒരു വർഷത്തെ ആണ് കണക്കാക്കുക എന്ന് ഓർത്തിരിക്കുക. അല്ലാതെ ഉള്ളവർക്കെല്ലാം ഒരു പിന്നോട്ടുള്ള, നമ്മൾ അപേക്ഷിക്കുന്ന തീയതി മുതൽ പിന്നോട്ടുള്ള ഒരു കലണ്ടർ വർഷത്തെ ഇൻകം ആണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തമായ ഒരു വിവരം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ആർജിക്കുന്ന സ്ഥിര വരുമാനത്തിനെയാണ് ഇൻകം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തുക. ഞാൻ പറഞ്ഞ വാചകം ഒന്നും കൂടി ആവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ ആർജിക്കുന്ന സ്ഥിര വരുമാനം. ഒരു ദിവസത്തെ വരുമാനം ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമാകില്ല. സ്ഥിരമായി നമുക്ക് ഒരു വരുമാനം ഒരു വർഷം ഉണ്ടാകുന്നു. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആനുപാതികമായി കുറവുണ്ടെങ്കിൽ അങ്ങനെ.
അപ്പോൾ ഒരു വർഷത്തെ വരുമാനം കണക്കാക്കുമ്പോൾ അതിനാനുപാതികമായി നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണോ അത് മാത്രമേ എടുക്കുകയുള്ളൂ. നമുക്ക് ഒരു 8 മാസം വരുമാനം കിട്ടി, അപ്പോൾ അത് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് കരുതുക. അതായത് യഥാർത്ഥത്തിലാണ്, അല്ലാതെ ഇതൊരു സാങ്കല്പികമായ ഒരു വരുമാനമൊന്നും ഇതിനകത്ത് ആർക്കും എടുക്കാൻ പറ്റില്ല. ഒരു വില്ലേജ് ഓഫീസർക്കും അതിൻ്റെ എൻക്വയറിയുടെ ഭാഗമായി അതൊന്നും ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ആർജിച്ച, നമ്മൾ സമ്പാദിച്ച വരുമാനത്തിനെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ ഇൻകത്തിനെയാണ് ഉൾപ്പെടുത്തുക വരുമാന സർട്ടിഫിക്കറ്റ്? അതാണ് ഒരു പ്രധാനമായി നിങ്ങൾ അറിയാനുള്ളത്. ശമ്പളം, നമുക്ക് കിട്ടുന്ന ശമ്പളം, അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളമുള്ള ശമ്പളമാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നാലെ ബാക്കി വരുമാനം ഞാൻ പറയുന്നുണ്ട്. സാലറി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എത്രയാണോ അത് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. അപ്പോൾ സാലറിയാണ് വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സ്. പിന്നെയോ പെൻഷൻ, റിട്ടയർ ചെയ്തവർക്ക് കിട്ടുന്ന പെൻഷൻ എന്നുള്ളതാണ്. അതിൽ സർവീസ് പെൻഷനുണ്ട്, ഫാമിലി പെൻഷനുണ്ട്, വേറൊന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക, വെൽഫെയർ പെൻഷൻ, ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ. നമുക്ക് വിധവാ പെൻഷനും അതേപോലെ വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെയുള്ള നമുക്ക് ലഭിക്കുന്ന വെൽഫെയർ പെൻഷൻ, ക്ഷേമ പെൻഷൻ വരുമാനത്തിൻ്റെ ഭാഗമായി കൂട്ടും. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമത് നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 6 മാസത്തിൽ കൂടുതലായി ഒരാൾ വാങ്ങുന്ന ഓണറേറിയം എന്ന് പറഞ്ഞാൽ ചില സർക്കാരിൻ്റേതായ ചില സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകുന്ന സേവനത്തിന് സർക്കാർ നൽകുന്ന ഓണറേറിയം, അത് 6 മാസം വരെ ഉള്ളത് വേണ്ട. 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ അത് വരുമാനത്തിന്, ഇൻകം സർട്ടിഫിക്കറ്റിന് കൂട്ടും. ഇനി കാർഷിക വൃത്തിയിൽ നിന്നുള്ള വരുമാനം, കൃഷി ചെയ്യുന്നവരുടെ വരുമാനം തീർച്ചയായും സാലറി ഇൻകം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തും. സാലറി സർട്ടിഫിക്കറ്റ് അല്ല, ഇൻകം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തും. അത് എങ്ങനെ തെളിയിക്കണം എന്നുള്ളതൊക്കെ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ആമുഖമായിട്ടാണ് പറയുന്നത്. അപ്പോൾ കൃഷിയിൽ നിന്നുള്ള വരുമാനം ഇൻകം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തും. ഇനിയോ വാടക കിട്ടുമല്ലോ, നമുക്ക് മാസം തോറും കിട്ടുന്ന വാടകയുണ്ടല്ലോ. പാട്ടത്തിന് കൊടുത്തിട്ടെങ്കിൽ അത് കിട്ടുമല്ലോ. കച്ചവടത്തിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നെങ്കിൽ അത് കിട്ടുമല്ലോ. വ്യവസായത്തിൽ നിന്നുള്ള വരുമാനം ഉണ്ടെങ്കിൽ അത് കിട്ടുമല്ലോ. അപ്പോൾ ഇതെല്ലാം ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമാണ്. വാടക, പാട്ടം, കച്ചവടം, അതുപോലെ വ്യവസായം, ഇതിൽ നിന്നുള്ളൊക്കെ കിട്ടുന്ന വരുമാനങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടും. ഇതിൻ്റെ വിശദവിവരം മറ്റൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. പലർക്കും കൺഫ്യൂഷൻ, ഇതിൽ ഏതൊക്കെ കൂട്ടും എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ തീർച്ചയായും വിശദീകരിച്ച് മറ്റ് എപ്പിസോഡിൽ പറയുന്നു എന്ന് ആമുഖമായി നിങ്ങളടുത്ത് പറയുന്നു. ആരും ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ചോദ്യങ്ങളുമായിട്ട് വരണ്ട. തീർച്ചയായും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. ഇനി വരുമാനത്തിൽ കൂട്ടുന്ന ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള വരുമാനമായി കണക്കാക്കുന്നത് നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റ് കണക്കാക്കും. ഓഹരിയിൽ നിന്നുള്ള വരുമാനം കണക്കാക്കും. ഇതിൽ നിന്നുള്ള പലിശകൾ, ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഡിപ്പോസിറ്റിൽ നിന്നുള്ള പലിശ നമ്മളെ വരുമാനമായിട്ട് കണക്കാക്കും. ഡിവിഡൻഡ്, ഓഹരികൾ നിക്ഷേപിക്കുന്നവർക്കറിയാം ഡിവിഡൻഡ് എന്താണെന്ന്. അതിൻ്റെ വരുമാനം ഇതിനകത്ത് ഇൻകം സർട്ടിഫിക്കറ്റിൽ കൂട്ടും. അതേപോലെ മറ്റൊന്നറിയാൻ, നിങ്ങളുടെ കലാകായിക പ്രവർത്തനത്തിൽ നിന്നും എന്തെങ്കിലും കിട്ടുന്നു എങ്കിൽ, വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു, അതിൻ്റെ റോയൽറ്റി കിട്ടുന്നു, അത് ഇൻകം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റേജ് ഷോ പെർഫോം ചെയ്തു, അതിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു, അത് തീർച്ചയായും ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമാകും. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ സിനിമ അഭിനയിക്കുന്നു, സീരിയലിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ റേഡിയോ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, TV പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, ഇതൊക്കെ കലാപ്രവർത്തനങ്ങളാണല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി തീർച്ചയായും ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമാകും. അതേപോലെ കായിക പ്രവൃത്തിയാണെങ്കിലോ, കായിക പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു, അവിടെ നിന്ന് നിങ്ങൾക്ക് വരുമാനമുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്കൊരു നിശ്ചിത ഫീസ് നിങ്ങൾക്ക് കിട്ടി, തീർച്ചയായും അതും ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമാകും. ഇനി അടുത്ത് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നിരവധി റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരെന്നാണ് നമ്മൾ പറയുന്നത്. ബ്രോക്കർ എന്ന പേര് അവർക്ക് ഇഷ്ടപ്പെടില്ല, എങ്കിലും അവരെ അറിയപ്പെടുന്നത് നമ്മളൊക്കെ ബ്രോക്കർ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഈ ബ്രോക്കർമാർക്ക് കിട്ടുന്ന ബ്രോക്കറേജ് ഉണ്ടല്ലോ, അത് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായി കണക്കാക്കും എന്നുള്ളത് ഈ റിയൽ എസ്റ്റേറ്റിലുള്ളവർ അറിഞ്ഞിരിക്കുക.
ബ്രോക്കറേജ് കൂട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കമ്മീഷൻ എന്ന് പറയും. ബ്രോക്കറേജ് എന്ന് പറഞ്ഞത് ചിലയിടങ്ങളിൽ അതിൻ്റെ കമ്മീഷനാണ് ഇത്ര ശതമാനം. ചില ആളുകൾ 1%, 2%, 3% വരെ മാക്സിമം വാങ്ങുന്ന ആളുകൾ ഉണ്ട്. 3% ചിലയിടത്തൊക്കെ ക്ലെയിം, ചിലയിടത്ത് 1%മേ ഉള്ളൂ. അങ്ങനെയുള്ള മര്യാദക്കാരും ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ വരുമാനമായി കണക്കാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം അടുത്ത് പ്രധാനപ്പെട്ട ഇത് സാലറി സർട്ടിഫിക്കറ്റിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും എന്നുള്ളത്, പെൻഷനിൽ നിന്നുള്ള ഏതൊക്കെ ഭാഗങ്ങൾ ഈ ഇൻകം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തും എന്നുള്ളത്, ബിസിനസ്സിൽ നിന്നുള്ള ഏതൊക്കെ കാര്യങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തും, വിദേശത്തുള്ളവരുടെ ഇൻകം എങ്ങനെ കണക്കാക്കും, അവരുടെ ഏത് വരുമാനം എടുക്കും എന്നുള്ളത് മറ്റൊരു എപ്പിസോഡിൽ പറയാം. കാരണം ഒറ്റ എപ്പിസോഡ് നീണ്ടുപോയാൽ നിങ്ങളിൽ പലർക്കും ഇത്, പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്, നിങ്ങളിത് മിസ്സാക്കരുത്. അടുത്ത ഇതിൻ്റെ പാർട്ട് 2 ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ വരാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളിത് മറന്നു പോകരുത്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് തന്നെ സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റു ഒരു എപ്പിസോഡും ഞാൻ ഇത്ര ശക്തമായി ശുപാർശ ചെയ്യുന്നില്ല. പക്ഷേ A+Tube ശക്തമായി ശുപാർശ ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. കാരണം ഇത്ര വിശദമായി ഒരു ഇൻകം സർട്ടിഫിക്കറ്റിനെ കുറിച്ച് മറ്റാരും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് മറ്റ് എവിടെ നിന്നും ഇത്രയും വിശദമായ വിവരം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ക്ലിയറായി പറയുന്നുണ്ട്. സാലറി സർട്ടിഫിക്കറ്റിൽ ഏതൊക്കെ വരും, ഉദ്യോഗസ്ഥരൊക്കെ കാണേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പിന്നീട് വില്ലേജ് ഓഫീസറുമായിട്ടും തഹസിൽദാരുമായിട്ട് തർക്കിക്കാനൊന്നും പോണ്ട. പക്ഷേ ഇത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇൻകം കൂട്ടിക്കാണിച്ചാൽ, ചിലപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയില്ല, ഇൻകം കൂട്ടി ഉള്ള ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നാൽ അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, അതിനെതിരെ അപ്പീൽ കൊടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊരു സംഭവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നിങ്ങളെ സജ്ജമാക്കുന്ന വിവരങ്ങളാണ് ഇനി പറയുന്നത്. അടുത്ത എപ്പിസോഡുകൾ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.